Hello everyone, welcome to Pearly Mani's YouTube channel. ആയിക്കോട്ടെ, ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ. എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. എന്നെ ഇവിടെ വരെ എത്തിച്ചത് നിങ്ങളാണ്. നിങ്ങൾ ആരെയും ഹേർട്ട് ചെയ്യാൻ പാടില്ല എന്ന് എന്റെ ആവശ്യമാണ്. നീ എന്ന് മുതലാണ് മദർ തെരേസ ആയത്? ഇങ്ങനെ പോയാൽ നീ സമാധാനത്തിലുള്ള സന്തോഷവും മേടിക്കുന്ന പുല്ല്. Please stay safe. If your life is in danger, go back home. നിങ്ങൾ ആരും ഹേർട്ട് ആവരുത്. അയ്യോ, ആരുടെയും ലൈഫ് നഷ്ടപ്പെടല്ലേ. നിങ്ങളുടെ ലൈഫ് ഡേഞ്ചർ ആണെങ്കിൽ നിങ്ങൾ വീട്ടിൽ പോകണം. ഇതാണ് ഞാൻ എൻ്റെ മനസ്സിൽ ആലോചിച്ചത്. ഇവൻ നമ്മളെ കുഴപ്പിക്കാനുള്ള പരിപാടി, ഇവനിതിൽ എന്തോ കൈയുണ്ട്. എന്നിട്ട് ഞാൻ ഇത് പറയുമ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിൽ പോ എന്നല്ല ഞാൻ പറയുന്നത്. നമ്മുടെ സ്റ്റുഡൻസിൻ്റെ വോയിസും അവരാവശ്യപ്പെടുന്ന കാര്യവും ഈ വലിയ ഒച്ചയുടെ ഇടയിൽ അത് മുങ്ങിപ്പോകരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നിനക്കിതെങ്ങനെ സാധിക്കുന്നതാവോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല, പക്ഷെ നിന്റെ അപ്പൻ ഇതെങ്ങനെ സാധിച്ചെടുത്തടാ? എന്തായാലും നേരിടുക തന്നെ. പ്രശ്നങ്ങൾ വരുമ്പോൾ സ്ട്രോങ് ആയിട്ട് നിൽക്കണം. മിസ്റ്റർ ഇൻസ്പെക്ടർ, വേണ്ട സാറേ. ഈ ഒരു പോസ്റ്റാണ് ഞാൻ ഇതിട്ടത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. അയ്യോ, ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. ഇങ്ങനത്തെ ഒരു സമയത്ത് നമ്മൾ എന്തിട്ടാലും അതിനൊരു നല്ല വശവും കാണുന്നവരുണ്ടാവും, ചീത്ത വശവും കാണുന്നുണ്ടാവും. പക്ഷെ മെജോറിറ്റി ആൾക്കാരും അതിന്റെ നല്ല വശമാണ് കണ്ട് സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത വ്യാഖ്യാനങ്ങൾ ഈ ഒരു പോസ്റ്റിന്റെ താഴെ കമന്റുകളായിട്ട് വരാൻ തുടങ്ങി. മനുഷ്യനായ സാമാന്യ ബോധം വേണം. അപ്പൊ ഞാൻ ആലോചിച്ചു, ഞാൻ ഇങ്ങനെയൊന്നും എഴുതിയിട്ടില്ലല്ലോ, ഇതല്ലല്ലോ ഞാൻ ഉദ്ദേശിക്കുന്നത്. പണം ഉണ്ടായിട്ട് കാര്യമില്ല, അന്തസ് വേണം. ഈ ദേശത്തിൽ വായിച്ചാൽ നിനക്കതൊരു കുറച്ച മെസ്സേജ് ആയിട്ടേ തോന്നൂ. പിന്നെ എടാ ക്നാപ്പ്, അതൊരു സമാധാനത്തിലേക്ക് വായിക്കണമായിരുന്നു. എങ്ങനെ സമാധാനത്തിൽ? ഈ ഗോ ഹോം എന്ന് പറയുമ്പോൾ പോലും ഞാൻ അത് പറയുന്നത് നിങ്ങൾ സേഫ് ആയിട്ട് ഇരിക്കണേ എന്ന് പറയുന്നതിന്റെ കൂടെയാണ് ഞാൻ അത് പറയുന്നത്. ഐ എം നോട്ട് സെയിങ് നിങ്ങൾ ഇത് നിർത്തിയിട്ട് നിങ്ങൾ വീട്ടിൽ പോകണം. ആ ഒരു മൂഡിൽ പറയാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ആരുമല്ല. വിഷമിക്കാതിരിക്കും, ഇതിലും വലുത് ഏതാണ്ട് വരായിരുന്നു, ഇങ്ങനെ തീർന്നെന്ന് കരുതിയാൽ മതി. Nobody to say that. ഇതിന്റെ ഒരു ക്ലാരിഫിക്കേഷൻ എനിക്ക് ഇടണം എന്ന് പറഞ്ഞിട്ട് ഞാനൊരു സ്റ്റോറി എഴുതി. ആ സ്റ്റോറിയാണ് നിങ്ങളുടെ മുമ്പിൽ പിന്നെ വന്ന ഒരു സ്റ്റോറി. വിളിച്ചു പറഞ്ഞാൽ ഞങ്ങളോടത് വേണ്ടായിരുന്നു മല്ലയ്യ. എല്ലാ പാർട്ടിയിലും, അത് ഏതൊരു പാർട്ടി ആയിക്കോട്ടെ, ഇവിടെയുള്ള എല്ലാ പാർട്ടിയിലും എനിക്ക് വളരെ അടുത്ത സുഹൃത്തുക്കളുള്ള ആളാണ് ഞാൻ. എനിക്ക് എല്ലാ പാർട്ടിയും എനിക്ക് വേണ്ടപ്പെട്ടതാണ്. അപ്പൊ പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. എല്ലാ പാർട്ടിയും എനിക്ക് ഇഷ്ടമാണ്. ബിക്കോസ് അതിലെല്ലാം എനിക്ക് വേണ്ടപ്പെട്ട ആൾക്കാരുണ്ട്. ഞാൻ ഈ വീഡിയോ ഇടുമ്പം നിങ്ങൾ എല്ലാവരും എന്നെ ക്രിട്ടിസൈസ് ചെയ്യുന്നത് നിർത്തണം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. You should criticize me. ഒരു കൈവതം നാറ്റിക്കരുത്. ഇനി തോന്നിയാസം പറഞ്ഞു നടന്നാലുണ്ടല്ലോ, നാട്ടിലടിച്ചാൻ സൂപ്പാക്കും. ഞാൻ പോകുന്നു. ബൈ ബൈ.